ആ രഹസ്യ കപ്പൽ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലേക്ക് പോയത്? മെലോണിയെ കണ്ടു, ചോക്ലേറ്റ് കൊടുത്തു. അപ്പോൾ ആ ഒരു ആയുധ കപ്പൽ, അതായത് രഹസ്യ ആയുധങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി രഹസ്യമായി കൊണ്ടുപോയ ചില സാധനങ്ങളൊക്കെ ഉള്ള കപ്പൽ വിട്ടുകിട്ടാൻ വേണ്ടി ഇറ്റലിയിൽ നിന്ന് കിട്ടാൻ, അത് ഇസ്രായേലിലേക്ക് പോയത്, അതിന് വേണ്ടിയിട്ടാണോ മോദി പോയത്? എനിക്കറിയാൻ പാടില്ല പ്രിയൻ. കാരണം ഇങ്ങനൊരു സംഭവം എങ്ങനെ നടക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ നോക്കിയിരുന്നല്ലോ, ഈ മാപ്പ്. ബോംബെ തുറമുഖത്ത് നിന്നും ഇസ്രായേൽ. ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്തേക്ക് ഒരു കപ്പൽ പോകണമെന്നുണ്ടെങ്കിൽ അതിന് ഇറ്റലിയിലെ പോർട്ടിൽ പോകേണ്ട ആവശ്യമില്ല. ഇല്ല. അറേബ്യൻ കടലിൽ നിന്ന് നേരെ എന്താ പറയണേ, മെഡിറ്ററേനിയനോ അത് കഴിഞ്ഞ് പിന്നെ സൂയസ് കനാലിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് നേരെ ഹൈഫ പോർട്ടിലേക്ക് എത്താം. ഹൈഫ പോർട്ടിൽ നിന്ന് ഇറ്റാലിയൻ പോർട്ട് എത്രയോ ദൂരെ കിടക്കുന്നു. അപ്പോൾ ഈ കപ്പലിൽ ഏതാണ്ട് 806 ടൺ മിലിറ്ററി ഗ്രേഡ് സ്റ്റീൽ ഉണ്ടായിരുന്നു. ഇത് ആയുധം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടും അമ്യൂണിഷൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടും ഉള്ളതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഈ നമ്മുടെ ഒരു റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാവുണ്ട്, പ്രകാശ് അംബേദ്കർ. അയാൾ ഡോക്ടർ അംബേദ്കറിൻ്റെ കൊച്ചുമോനാണ് അയാളാണ് ഇത് പത്രസമ്മേളനം നടത്തി പറഞ്ഞത്. ഇപ്പം അദ്ദേഹത്തിൻ്റെ ആരോപണം ഈ നരേന്ദ്രമോദി എന്താണ് വളരെ പെട്ടെന്ന് ഇറ്റലിയിലേക്ക് പോയത് ഈ കപ്പലിനെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണെന്നാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, ഒരു കഴിഞ്ഞ വർഷമായിട്ട് ഖത്തറിലോ 4 or 8 ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥന്മാരെ, മുൻ നാവിക ഉദ്യോഗസ്ഥന്മാരെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രിയും അവിടേക്ക് പോയില്ല, നമ്മുടെ വിദേശകാര്യമന്ത്രിയും പോയില്ല, ആരും പോയില്ല. ഇവിടെ ഇരുന്ന് സംസാരിച്ച പ്രശ്നം പരിഹരിച്ച് അവരെ കപ്പൽ വിട്ടുകിട്ടാനാണെങ്കിൽ മോദിക്ക് ഒരു ഫോൺ കോൾ ചെയ്താൽ. അതെ. അപ്പം അത് മാത്രമല്ല, ഈ മെലണിയും പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള സൗഹൃദം വളരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ സ്ത്രീ എപ്പോഴും അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിലും പ്രധാനമന്ത്രിയെ നേരിട്ട് കാണുമ്പോഴും പറയാറുണ്ട്, എനിക്ക് നിങ്ങളോട് വളരെ ആദരവാണ്, ഞാൻ നിങ്ങളോട് എനിക്ക് അത്രമാത്രം സ്നേഹമുണ്ട്, നിങ്ങളാണൊരു യഥാർത്ഥ പുരുഷൻ, നിങ്ങളാണൊരു യഥാർത്ഥ പ്രധാനമന്ത്രി എന്ന് പലപ്പോഴും അവർ പറഞ്ഞിട്ടുണ്ട് മീറ്റിങ്ങിൽ. അപ്പോൾ അവർ തമ്മിൽ നല്ലൊരു സൗഹൃദമുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇറ്റാലിയൻ പ്രധാനമന്ത്രിയെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി വ്യക്തിപരമായ അവർ തമ്മിലൊരു കെമിസ്ട്രി ഉണ്ട്. അത് പ്രയോജനപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ചോക്ലേറ്റ് എല്ലാവർക്കും കൊണ്ട് കൊടുത്തത്. പിന്നെ അത് മാത്രമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ യാത്ര മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചാണ്. 5 രാഷ്ട്രങ്ങളിലേക്ക് അദ്ദേഹം പര്യടനത്തിന് പോകും. 4 ഇവിടെ യൂറോപ്പിലെ 4 നോർദിക് രാജ്യങ്ങളിലും 5ാമത് ഇറ്റലിയിലും പോകുന്നുള്ള കാര്യം നേരത്തെ ഫൈനലൈസ് ചെയ്തിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂളിൽ മാറ്റം വരുത്തിയത് ഇവിടെ UAE ഇറങ്ങി എന്നുള്ളതാണ്. ഒരു ദിവസം എന്താ പറയുന്നത്, സന്ദർശനത്തിന് വേണ്ടി. അതും നേരത്തെ തന്നെ പ്ലാൻ ചെയ്തത് തന്നെയാണ്. പിന്നെ ഇപ്പം എന്ത് വേണേൽ പറയാമല്ലോ, എന്ത് ചെയ്താലും നരേന്ദ്രമോദി എന്ത് ചെയ്താലും കുറ്റമാണ്. ഇറ്റലിയിൽ പോയി എത്ര കരാറുകളിലാണ് ഒപ്പിട്ടിരിക്കുന്നതെന്ന് അറിയാമോ? ക്രിട്ടിക്കൽ മിനറൽസ്, അതേപോലെ തന്നെ കണ്ടക്ടിവിറ്റി എക്യുപ്മെൻറ്റ്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സൂപ്പർ കണ്ടക്ടിവിറ്റി മെറ്റീരിയൽസ്, ഇതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഇന്ത്യയിൽ ഫാക്ടറികളും തുടങ്ങാനും ഇന്ത്യൻ എൻ്റർപ്രനേഴ്സിന് ഇറ്റലിയിൽ ഫാക്ടറികൾ തുടങ്ങാനുള്ള കരാറുകളെല്ലാം ഒപ്പിട്ടിട്ടാണ് പ്രധാനമന്ത്രി വന്ന്. ഈ ഇറ്റാലിയൻ ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം വന്ന് ഡൽഹിയിൽ ഏതാണ്ട് 51,000 എന്ന് പറയും. നമ്മൾ ഒരുപാട് ആയുധങ്ങൾ അവരുടെ നിന്ന് വാങ്ങുന്നുണ്ട്. അത് മാത്രവുമല്ല, ഇന്ത്യ അവർക്ക് വേണ്ട പല സാധനങ്ങളും ഇവിടെ നിന്ന് കൊടുക്കുന്നുമുണ്ട്. അതിന് ഈ പറയുന്ന മിലിറ്ററി ഗ്രേഡ് സ്റ്റീലൊക്കെ ഉൾപ്പെട്ടേക്കാം. അതൊക്കെ ഏതൊക്കെയാണെന്നുള്ള ഡിഫൻസിൻ്റെ രഹസ്യമാണ്, പ്രതിരോധ രഹസ്യങ്ങളാണ്. അതെല്ലാം നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഈ ഹൈദരാബാദിലൊക്കെ ഉള്ള അദാനി എൽബിറ്റ് അഡ്വാൻസ് സിസ്റ്റംസ്, അവിടെ നിന്നൊക്കെ ആയുധങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അത് നമുക്ക് പലതും രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടതും ഇല്ലെങ്കിൽ പ്രതിരോധ കാര്യങ്ങളും അന്താരാഷ്ട്ര ബന്ധങ്ങളും ബാധിക്കുന്ന കാര്യങ്ങളും ആയതുകൊണ്ട് എല്ലാം വെളിപ്പെടുത്തിക്കൊള്ളണമെന്നില്ല. എന്തായാലും ഇസ്രായേലുമായിട്ട് ഇന്ത്യക്ക് ആയുധ ഇടപാടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ ഇങ്ങനൊന്നും സംഭവിക്കുമെന്നുള്ളൊരു സംശയം അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത് ലോകത്തിലുള്ള ഇത്രയും മാധ്യമങ്ങൾ നോക്കിയിരിക്കുകയാണ് എന്താണ് എഴുതേണ്ടതെന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ഈ കപ്പലിൽ ഇങ്ങനെ പിടിച്ചു വെച്ചതായിട്ട് മെയിൻ മാധ്യമങ്ങളൊന്നും എഴുതിയിട്ടില്ല. ഏതോ ഗോഡ് ഫോർസേക്കൻ പോർട്ടലിൽ വന്നൊരു ന്യൂസ് എടുത്തിട്ടാണ് പ്രകാശ് അംബേദ്കർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഈ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ വാർത്ത പത്രങ്ങളിൽ വന്നതോടുകൂടി ഒരു കാര്യം മനസ്സിലായി, പ്രകാശ് അംബേദ്കർ ജീവിച്ചിരിപ്പുണ്ട്, ചത്തിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായി. ഇതിന് വേണ്ടിയിട്ട് ഇവർ കാണിക്കുന്ന സർ, പക്ഷേ ഇതിന് മുൻപ് ഒരു സംഭവം ഉണ്ടായതായിട്ട് പറയുന്നുണ്ട്. അതായത് 2024 ഇന്ത്യയുടെ ഒരു കപ്പൽ, അതായത് ഒരു ഡാനിഷ് പതാകയുള്ള കപ്പൽ ഇന്ത്യയിൽ നിന്ന് കുറച്ച് വസ്തുക്കളുമായിട്ട് ഇസ്രായേലിലേക്ക് പോയി. അന്ന് സ്ഫോടക വസ്തുക്കളായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അന്ന് അതിൻ്റെ പേര് മറിയാനെ ഡാനിക്ക എന്നായിരുന്നു. മറിയാനെ ഡാനിക്ക, അതൊരു ഡാനിഷ് പതാകയുള്ള കപ്പലായിരുന്നു. ഇത് സ്പെയിൻ പിടിച്ചു വെച്ചു. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കപ്പൽ അവർ പിടിച്ചെടുക്കുകയല്ല ചെയ്തത് എന്നുള്ള വാർത്തയാണ് ശരിക്കും പിന്നീട് വന്നത്. അത് പിടിച്ചെടുക്കുകയല്ല, പകരം പോർട്ട് കാൾ എന്ന് പറയുന്ന ഒരു അഭ്യർത്ഥന നിരസിക്കുകയാണ് ചെയ്തത്. അതായത് കപ്പൽ തുറമുഖത്ത് അടുക്കാനുള്ള ഒരു അഭ്യർത്ഥന കൊടുത്തു. അത് അവരനുവദിച്ചില്ല. 27 ടൺ സ്ഫോടക വസ്തുക്കളുമായിട്ട് ഹൈഫയിലേക്കായിരുന്നു അത് പോയത് എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പോർട്ട് കാൾ നിഷേധിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോർട്ടിലേക്ക് അടുക്കാൻ കഴിയില്ല എന്നുള്ളൂ. അത് തടഞ്ഞു വെക്കലോ പിടിച്ചു വെക്കലോ ഒന്നുമല്ല. അത് ഈ ഇപ്പോൾ ഇന്ത്യയുടെ അതിർത്തിയിൽ, സമുദ്ര അതിർത്തി വഴി സഞ്ചരിക്കുന്ന കപ്പലുകൾ വിദേശ കപ്പലുകളായിരിക്കാം. അത് ഇന്ത്യൻ സമുദ്രാതിർത്തിക്ക് ഉള്ളിൽ കൂടിയാണ് സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ അവർ മെസ്സേജ് അയക്കും, ഞങ്ങളിങ്ങനെ ഒരു കപ്പൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ സമുദ്ര അതിർത്തി കൂടിയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ പറയും നിങ്ങൾ എന്താണ്, കാർഗോ ആണോ, യാത്രക്കപ്പലാണോ, ക്രൂയിസ് ഷിപ്പാണോ എന്ന് ചോദിക്കും. അവരത് പറയും. എന്താ നിങ്ങളുടെ മെറ്റീരിയൽസ് എന്ന് ചോദിക്കും. അവർ ആ മെറ്റീരിയൽസിൻ്റെ പേരും പറയും. അതിനകത്ത് ഈ മെറ്റീരിയൽസ് ഇവർക്ക് അക്സെപ്റ്റബിൾ അല്ല. വല്ല റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസോ മറ്റേ ആറ്റോമിക് എനർജിയിലേക്ക് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസൊക്കെ ആണെങ്കിൽ അവർ പറയും ഈ വാട്ടേഴ്സിൽ കയറാൻ പറ്റില്ല, നിങ്ങൾ വേറെ പുറത്ത് തന്നെ പോകേണ്ടി വരും. അവർ പുറത്ത് പോകും, അത്ര തന്നെ. ഇത് പിടിച്ചെടുത്തു എന്നൊന്നും പറഞ്ഞിട്ട് എന്താ ഒന്നും ഉണ്ടാവാൻ പോയിട്ടില്ല. കപ്പൽ ഏതായാലും അപ്പം തന്നെ വിട്ടുകൊടുത്തിട്ടുണ്ട്, ഏതായാലും ചർച്ചയ്ക്ക് ശേഷം വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അന്താരാഷ്ട്ര മറ്റേ മാരിടൈം ട്രേഡില്ലേ, സമുദ്ര വ്യാപാരം നടക്കുമ്പോൾ ഇതുപോലുള്ള പല പ്രശ്നങ്ങളുണ്ടാവാറുണ്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രിയൻ ഓർമ്മയില്ലേ, ഒരു എൻട്രിക്ക ലെക്സി എന്ന് പറഞ്ഞൊരു ഇറ്റാലിയൻ കപ്പലിൽ ഇന്ത്യൻ തീരപ്രദേശത്ത് വെച്ച് ഒരു ഫിഷർമാൻ വെടിവെക്കുകയൊക്കെ അവര് രണ്ടുപേരും മരിക്കുകയൊക്കെ ചെയ്തു. ഒരാൾ കൊല്ലത്തുള്ള ആളും പിന്നെ ഒരാൾ തിരുവനന്തപുരത്തുള്ള ആളും. എന്നിട്ട് അവർക്ക് എത്രയോ കോടി രൂപ നഷ്ടപരിഹാരമായിട്ട് ഇറ്റാലിയൻ ഗവൺമെൻറ് കൊടുക്കുകയൊക്കെ ചെയ്തു. രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു, ഇറ്റാലിയൻ നാവികരെ അവരെ വിട്ടയക്കുകയും ചെയ്തു. പിന്നെ അപ്പം ഇതൊക്കെ സമുദ്ര വ്യാപാരം നടക്കുമ്പോൾ, പ്രത്യേകിച്ച് മാരിടൈം ട്രേഡിൽ ഇതൊക്കെ പതിവുള്ളതാണ്. അതല്ലാണ്ട് പിടിച്ചു വെച്ചു ബഹളം കൂടി. ഇത് എനിക്ക് തോന്നുന്നു ഈ മറ്റേ ആദ്യം പറഞ്ഞ സംഭവം ഈ 2024 ഓരോന്ന് പറഞ്ഞ് കപ്പലിൽ പിടിച്ചു വെച്ചത് ഏതോ ആക്ടിവിസ്റ്റുകൾ ചേർന്ന് പിടിച്ചു വെച്ചതാണ്. അതായത് 2 സംഘടനകളുണ്ട് സാർ. ഒന്ന് DBS എന്ന് പറയും, BDS, ബോയ്ക്കോട്ട് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് സാങ്ഷൻ മൂവ്മെന്റ്, പിന്നെ അതുപോലെ തന്നെ നോ ഹാർബർ നോ ജനസൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്. ഇത് ഇറ്റാലിയൻ ട്രേഡ് യൂണിയനുകളുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഡോക്ക് വർക്കേഴ്സ്. അപ്പോൾ ഈ ചരക്ക് നീക്കവുമായിട്ടൊക്കെ ഇവർ കണക്റ്റഡ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇവരാണ് ഈ പറയുന്ന ആരോപണം ഉന്നയിച്ചത്. ഇതിന്റെ ലക്ഷ്യം ഈ പറയുന്ന ഗാസയുമായിട്ട് ബന്ധപ്പെട്ട ചില ഏരിയയിൽ വെച്ചിട്ടാണ് പിടിച്ചു വെച്ചിട്ടുള്ളത് എങ്കിൽ കൂടിയും അവർ ഈ ഇസ്ലാമിക് തീവ്രവാദികൾക്ക് അപ്പർ ഹാൻഡുള്ള, കമ്മ്യൂണിസ്റ്റുകൾക്ക് അപ്പർ ഹാൻഡുള്ള സംഘടനകളാണ്. അത് അവർക്ക് എങ്ങനെയെങ്കിലും ഈ ഇന്ത്യയും ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ഇന്ത്യയും ഇസ്രായേലുമായിട്ടുള്ള വ്യാപാര ബന്ധമൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണത്. പക്ഷേ നമ്മളിപ്പോൾ പറയുമ്പോൾ പോലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം മാസങ്ങൾക്ക് മുമ്പേ ഷെഡ്യൂൾ ചെയ്തതാണ്. അത് അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് നടപടികളുണ്ട്, അതെല്ലാം നേരത്തെ തന്നെ കഴിഞ്ഞതാണ്. ഇപ്പോൾ നടന്നൊരു സംഭവമായിട്ട് അതിന് യാതൊരു ബന്ധവും ഉണ്ടാവില്ല എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, സാറ് പറഞ്ഞ പോലെ പ്രായോഗികമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ കപ്പലിന് ഇറ്റാലിയൻ തീരത്ത് പോകേണ്ടതില്ല. അത് ഈ പറയുന്ന നേരെ നമ്മുടെ സൂയിസ് കനാൽ വഴി നേരെ ഇസ്രായേലിലേക്കോ അതുപോലെ മറ്റേതെങ്കിലും തുറമുഖത്തേക്ക് പോകാവുന്നേ ഉള്ളൂ. പക്ഷെ എന്തിനാ അങ്ങോട്ട്, അതായത് വലത്തോട്ട് പോകേണ്ട കപ്പൽ എന്തിനാണ് ഇടത്തോട്ട് കിലോമീറ്ററുകളോളം പോകേണ്ട ആവശ്യമില്ലല്ലോ. അതില്ല. പക്ഷെ അപ്പൊ എങ്ങനെ ഈ സ്പാനിഷ് തുറമുഖത്തില് ഈ കപ്പലിൽ പിടിച്ചു വെച്ചു എന്നുള്ളത് ഒരു കൗതുകകരമായ കാര്യമാണ്. അതെ, എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ഇല്ലെങ്കിൽ ആഫ്രിക്ക ചുറ്റി വളഞ്ഞ് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവണം. ഇല്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. അത്രയും ഒരു വലിയ ഇതൊന്നും നിലവിലില്ല. പിന്നെ ഇതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തതായിരിക്കും. ഇപ്പൊ ഇറ്റലിയില്
തുറമുഖ തൊഴിലാളികൾ കമ്മ്യൂണിസ്റ്റുകാർ കുറേ പേരുണ്ട് അവിടെ. കമ്മ്യൂണിസ്റ്റുകാർക്ക് തുറമുഖ തൊഴിലാളി യൂണിയനിലും അതുപോലെ റെയിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് നല്ല സ്വാധീനമുണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക്. ഒരു കാലത്ത് ഇറ്റലി കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണല്ലോ ഇറ്റലിയിൽ ഭരിച്ചിരുന്ന ഒരു കാലത്ത്. ഇപ്പം അതൊന്നും അല്ല, ഇപ്പം അതൊക്കെ പോയി. അപ്പോൾ ഇത് ഇങ്ങനെ പിടിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യനെ കുറച്ച് ധർമ്മസങ്കടത്തിലാക്കി എംബറാസ് ചെയ്യാൻ സാധിക്കും. ഇറ്റലിക്ക് ഇസ്രായേലിനെയും കുറച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റുന്നുള്ളതൊക്കെ കഴിഞ്ഞ് വേറെ ഒന്നുമില്ല. പക്ഷേ ഈ വാർത്തയ്ക്ക് യാതൊരു പ്രാധാന്യമില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഏതാനും ഈ മാരിടൈം വെബ്സൈറ്റുകളുണ്ട്, അതിനകത്ത് വന്ന വാർത്തയാണ്. അതും അവർ വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇത് എന്നാണ് നടന്നത്, എത്ര ദിവസം തടഞ്ഞു വെച്ചു, എന്ത് കണ്ടീഷനിലാണ് ഇത് വിട്ടയച്ചത് എന്നൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും പ്രധാനമന്ത്രി ഇറ്റലിയിൽ പോയത് കപ്പൽ പിടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അതൊക്കെ ശുദ്ധ അസംബന്ധമാണ് ആ വിളിച്ച് പറയുന്നത്. എന്നാലും ഇതിന്റെ വിവരം എത്രയേ ഉള്ളൂ, അതായത് ആ ചരക്കുകളുടെ കൃത്യത ഉറപ്പാക്കാൻ അവിടെ അതിലെന്തൊക്കെയാണ് സാറി ചോദിച്ചതുപോലെ തന്നെ ഒരു വെരിഫിക്കേഷൻ കോൾ മാത്രമാണ് വന്നത് എന്നാണ് ആദ്യഘട്ടത്തിൽ അറിയാൻ കഴിയുക. അല്ലാതെ ഇന്ത്യയുടെ ഒരു കപ്പലും ഒരു രാജ്യത്തും പിടിച്ചു വെച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യമായി പുറത്തു വരുന്ന കാര്യം. അതെ.